എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പണിയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. തംബ്നെയിലിൽ കണ്ടു കാണുമല്ലോ. ഒത്തിരി കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇതുവരെ ഉണ്ടാക്കാത്തൊരു സാധനമാണേ. അതുകൊണ്ട് ശരിയാകുമോ, കൊളാവുമോ, നന്നായിട്ട് വരുമോ, കിട്ടുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ഓർത്ത് എന്താണെങ്കിലും ചെയ്യുമല്ലേ, അപ്പോൾ വീഡിയോയും കൂടെ എടുത്തേക്കാം, നല്ലതാകുവാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കളയാം എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിലും ഒരു മിഡിലൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയായിരുന്നേ. അല്ലെങ്കിലും നമുക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കുമല്ലോ മെയിൻ പ്രോബ്ലം. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ ഏത് തീം സെലക്ട് ചെയ്യണം, എന്ത് കളർ കൊടുക്കണം, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്. പിന്നെ അറിയാത്ത കാര്യം ചെയ്യുമ്പോൾ എക്സ്ട്രാ ഡബിൾ ടൈം എടുക്കുമെന്നാണല്ലോ. അതുകൊണ്ട് ഇഷ്ടംപോലെ ടൈം എടുത്തിട്ടാണ് ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ദിവസം എടുത്തിട്ടാണ് ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തത്. ആദ്യം ഞാൻ വിചാരിച്ചു കുറോമി തീം എടുത്തിട്ട് പർപ്പിളിലൊക്കെ ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് തോന്നി കുറോമീനെക്കാളും എല്ലാവർക്കും പരിചയം ഹലോ കിറ്റീനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹലോ കിറ്റിയിൽ ചെയ്തത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ എൻ്റെ പുതിയ മാർക്കർ വെച്ചിട്ടാണ് ഹലോ കിറ്റിയുടെ ബോ ഒന്ന് കളർ ചെയ്തത്. അതിൻ്റെ ഇടയിൽ പേപ്പറൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് എൻ്റെ ടേബിൾ ഫുൾ അലമ്പായി. അപ്പോൾ അത് ഞാൻ എൻ്റെ റിമൂവർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് അവിടെ കിടക്കും. പിന്നെ ഒരിക്കലും ആ കളർ പോകത്തില്ല. എനിക്ക് ബ്ലൈൻഡ് ബാഗ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇതിൻ്റെ ഈ ASMR വീഡിയോസൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈയിങ് അല്ലേ, റിലാക്സിങ്ങും ആണ്. ഞാൻ പണ്ട് സ്ഥിരം ഇരുന്ന് കാണുമായിരുന്നു. എനിക്ക് ഈ മ്യൂസിക്കും വോയിസ് ഓവറും ഒക്കെ ചെയ്തുള്ള വീഡിയോനേക്കാളും ഒക്കെ ഇഷ്ടം ASMR വീഡിയോസാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചാനൽ തുടങ്ങുന്നതിനൊക്കെ മുന്നേ വേറെയും കുറേ ചാനലൊക്കെ തുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ. അതിൽ കൂടുതലും ASMR വീഡിയോസും പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കലൊക്കെ ആയിരുന്നു. എനിക്ക് കൂടുതലും ASMR വീഡിയോസ് ചെയ്യാനായിരുന്നു ഇഷ്ടമേ. പക്ഷേ ASMR വീഡിയോ ചെയ്യണമെങ്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം വേണം. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്ന് കഴിയുമ്പോഴേക്കും എവിടുന്നേലുമൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇട്ടിട്ട് പോകും. കുറേ സമയം അങ്ങനെ വേസ്റ്റായി പോകുമായിരുന്നു. ബൈ ദ ബൈ, കുറച്ചധികം മടിയുള്ളതുകൊണ്ട് ഞാൻ ഈ പെന്നുണ്ടാക്കുന്ന വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഈ പെണ്ണ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു. നിങ്ങൾക്കത് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാവേ. ഈ പെന്നെ ഈ ബ്ലൈൻഡ് ബാഗിൽ വെക്കണമെന്നുള്ള ഐഡിയ ഒന്നും എനിക്ക് ആദ്യമൊന്നും ഇല്ലായിരുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഒരു A4 ഷീറ്റിൻ്റെ സൈസിലുള്ള ബ്ലൈൻഡ് ബാഗാണേ. ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഒട്ടും സൈസ് കുറയ്ക്കണ്ടെന്നോർത്ത് വലുത് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അത്രയും വലിയ ബ്ലൈൻഡ് ബാഗിലേക്ക് കുത്തി നിറയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമല്ലോ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പെൻ സ്റ്റാൻഡിനകത്ത് വെണ്ടയ്ക്കാ മുഴുപ്പിൽ ഈ ഹലോ കിറ്റിയുടെ പെന്നിരിക്കുന്നു. എന്നാൽ പിന്നെ ഇവനെ തട്ടി ഒരു കവറിലാക്കി ബ്ലൈൻഡ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. എന്താല്ലേ, മടിയാണെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ല. മര്യാദക്ക് ചെറിയ വല്ല ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? സാരയില്ലേ, ഇരിക്കട്ടെ, ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ. പിന്നെ സെക്കൻഡ് ബാഗിൽ ഞാൻ വെക്കുന്നത് നമ്മുടെ ഈ സ്ക്വിഷിയാണേ. എൻ്റെ മടിയുടെ ലെവൽ കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത്ര അലമ്പായിട്ടെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നല്ല കുറച്ചുകൂടെ ഭംഗിയിലും വൃത്തിയിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുമേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എനർജി ലെവലും ഇൻട്രസ്റ്റ് ലെവലും ഒക്കെ ഭയങ്കര ലോ ആയിരുന്നു ഈ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ. അതിൻ്റെ പോരായ്മകളൊക്കെ ഈ ക്രാഫ്റ്റിൽ കാണാനുണ്ടാകും. അതുകൊണ്ട് ബ്ലൈൻഡ് ബാഗ് ഫാൻസ് ഒക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ചീത്ത പറയരുതേ. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഡയറക്റ്റ് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. എന്താണേലും ഞാൻ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ടൊരു ബ്ലൈൻഡ് ബാഗ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് 1.5 ആഴ്ചയായെന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഇത് ഇടണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അത്യാവശ്യം ലെങ്തി ആയിരുന്നു വീഡിയോ. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം, പക്ഷേ എഡിറ്റിംഗ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ്. പിന്നെ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ എന്നോർത്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ബ്ലൈൻഡ് ബാഗിൽ ഞാൻ ടോട്ടൽ 3 ബാഗാണ് വെക്കുന്നത്. ഒരു ബാഗിൽ നമ്മുടെ സ്ക്യൂഷി പെന്നും, പിന്നെ ഒരു ബാഗിൽ നമ്മുടെ ഹലോ കിറ്റിയുടെ സ്ക്യൂഷിയും, പിന്നെ 3ാമത്തെ ബാഗിൽ ഈ കുഞ്ഞൊരു ബോയുമാണ്. ഈ ബോ 3ാമത്തെ ബാഗിൽ വെക്കാന്നുള്ള ഐഡിയ വന്നത് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്നതാണ്. ബ്ലൈൻഡ് ബാഗ് ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഒരേ ഒരു സ്ക്യൂഷി മാത്രം ഉണ്ടാക്കി ബാഗിൽ വെക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഐഡിയ. പിന്നെ ഇടയ്ക്ക് വെച്ച് കിട്ടിയ ഐഡിയയാണ് ഈ ഹലോ കിറ്റിയുടെ പെന്നും ഈ ബോയും ഒക്കെ. പിന്നെ ബ്ലൈൻഡ് ബാഗിനെ പറ്റിയൊക്കെ അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. ആക്ച്വലി എനിക്കങ്ങനെ പറഞ്ഞു തരാനായിട്ടൊന്നും വലിയ അറിവൊന്നും ഇല്ല ബ്ലൈൻഡ് ബാഗിനെ പറ്റി. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ഉപകാരമൊന്നും ഇല്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് അൺബോക്സിങ് ചെയ്യുമ്പോൾ വലിയ എഫക്റ്റ് ഒന്നും തോന്നത്തില്ല. പക്ഷെ നമ്മളിത് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരിത് അൺബോക്സ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും
ഭയങ്കര ഒരു സർപ്രൈസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നെ ഈ ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ASMR വീഡിയോസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും പിന്നെ ഇതിനകത്തുനിന്ന് ഓരോ സാധനമൊക്കെ എടുക്കുമ്പോഴും വരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര റിലാക്സിങ് ആണ് ആ സൗണ്ട്. എല്ലാവർക്കും ആ സൗണ്ട് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോയും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ അവസാന സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന കുഞ്ഞു ബാഗ് എല്ലാം കൂടെ ഈ വലിയ ബാഗിലേക്ക് പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളുമൊക്കെ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു ഊഹം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണേലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കേ.